ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാർവാടി ചട്നിയാണ്. ഒരു അടിപൊളി ചട്നിയാണ്. നമുക്ക് ഇത് ഉണ്ടാക്കിയാൽ 2 മാസത്തോളം വെക്കാം. പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത് നമുക്ക് ഇനി ദോശക്ക് വേണമെങ്കിൽ ദോശക്കും കഴിക്കാം. അത്യാവശ്യം ഏത് നമ്മളെ റൊട്ടിയോ ബന്നോ കൊണ്ടുവന്നാൽ അതിൻ്റെ മേലെയും ഉണ്ടാക്കി കഴിക്കാം. നല്ലൊരു അടിപൊളി ഒരു മറുപടി ചട്നിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഞങ്ങൾ കുറച്ച് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്, ഈ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇതെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പണി ആദ്യം നോക്കി ഇതൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കാം നമുക്ക്. എന്നിട്ട് ബാക്കി പണി നോക്കാം. മുളകെല്ലാം കഴുകി അതിൻ്റെ ഞെട്ട് ഓക്കെ. നമുക്ക് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിടാം. അങ്ങനെ ഇതെല്ലാം ഞെട്ടെല്ലാം ഇതാക്കി കഴുകി വൃത്തിയാക്കിയ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു 2 ചുള ഇതാക്കിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിളച്ച വെള്ളം ഇട്ട് കുറച്ച് നേരത്തേക്ക് മൂടി വെക്കാം. കുറച്ചൊന്ന് കുതിരാൻ മൂടി വെക്കാം. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഇത് റെഡിയാക്കാം. ഒരു 6 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. ആ വെല്ലുള്ളി കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. ഉള്ളി ഇടുന്ന സമയത്ത് ഇത് നല്ലോണം ഇതായിട്ടുള്ള മുഖത്തിൻ്റെ ഭാഗം ഇതൊന്ന് നല്ലോണം അതിൻ്റെ കട്ട് ചെയ്ത് പൊക്കിക്കളയണം. എന്നിട്ടേ വെക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ആ വെള്ളം വേവാനുള്ള വെള്ളം വെക്കാം. 4 വിസിലടിക്കുന്നവരെ നമുക്ക് കാത്തു വെക്കാം. ഇനി ഇത് 3 കൂടി നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കാം. പാകത്തിന് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഈ കാശ്മീരി മുളകും വെളുത്തുള്ളിയും നല്ല പുളിയും എല്ലാം കൂടി നല്ല ഇതായിട്ട് നല്ല കളറും ഉണ്ടാവും ഇതിന്. കുക്കറിൽ വെച്ച ഉള്ളിയെല്ലാം നല്ല ഇതായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ മിക്സിയിലിട്ടൊന്ന് അതും അരച്ചെടുക്കാം. നമ്മൾ പേസ്റ്റ് എല്ലാം ഇതിൽ ഒഴിച്ച് മുളകിൻ്റെ ചൂടുവെള്ളം തിളപ്പിച്ചാക്കിയ ചൂടുവെള്ളം ശേഷം ഇതിൻ്റെ അകത്ത് നന്നായി മുളകിൻ്റെ ഈ പാത്രത്തിലെല്ലാം ഇതായിട്ട് നല്ല വെളുത്തുള്ളിയും പുളിയും എല്ലാം കൂടി അരച്ച് വെച്ച നല്ല ഒരു ഇതാടെ മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഉള്ളി വേവിച്ച് നല്ല അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ ടൈപ്പാണ്. നല്ല വെന്തലിയണം. അലിഞ്ഞ് നമുക്കിതാ നല്ല ഇതായി. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അരച്ചെടുക്കാം. ഒരു മസാലപ്പൊടി റെഡിയാക്കാം. നമ്മളിത് 1 സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് 1.5 സ്പൂണ് മല്ലിൻ്റെ മുഴുവനായത്, വറ്റൽ മുളകിടാം. വറ്റൽ മുളകിടാം. പിന്നെ ഒരു കഷ്ണം ഗ്രാമ്പ് പട്ട, പിന്നെ 2 അല്ലി കരിയാപ്പില.
പിന്നെ 3 ഏലക്കായ്, പിന്നെ പട്ടേൻ്റെ ഇല ഒരു കഷ്ണം ഇട്ട് പട്ടച്ച ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഉള്ളി തണിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അധികം വേണ്ട, ഒന്ന് കറക്റ്റാൽ മതി. ഇങ്ങനെ ഉള്ളി പേസ്റ്റാക്കി വെച്ച് കാശ്മീരി ചില്ലിയും പേസ്റ്റാക്കി. ഇനി അടുത്ത നമുക്ക് ഇത് വറക്കാം. തണിഞ്ഞ് ഇതൊന്ന് വറുത്തെടുക്കാം. പൊടി ഒരു ഇതായിട്ട് നിൽക്കണം. പൊടിച്ച് ഇതിനകത്തിട്ട് കൂടുതൽ പൊടിക്കണ്ട, ഒരു കണക്കായ ഒരു പൊടി എന്തനുസരിച്ചിട്ട് പൊടിക്കണം. അതിൻ്റെ മസാലയും കൂടി റെഡിയാക്കി. അങ്ങനെ ഇത് 3 റെഡിയാക്കി വെച്ച് ഇനി ഇതാക്കേണ്ട എങ്ങനെയാണെന്നുള്ള ചട്നി എങ്ങനെ ഇത് തയ്യാറാക്കേണ്ട വിധം കാണിക്കാം. ഇനി ഇത് തയ്യാറാക്കേണ്ട വിധം കാണിച്ചു തരാം. നമ്മൾ ഒരു ചെറിയ നെയ്യ് മേടിക്കുക, നെയ്യിടണം. ഇനി മൊത്തം ഇടുക. ഇത് നെയ്യ് നല്ല ഗുണം, നല്ല ടേസ്റ്റി. ഇത് 2-3 മാസം ഈ ചട്നി നിൽക്കും. ഇതൊന്ന് ചൂടാകട്ടെ, നമുക്ക് ബാക്കി പിന്നിടാം. ഒരു ഐറ്റംസ് ഇതൊരു 4 വലിയ ചോളേൻ്റെ 4 വലിയ വെളുത്തുള്ളീൻ്റെ ഒരു ചോള ഇതെടുത്തിട്ട് ചെറുങ്ങനെ കട്ടായി വെച്ചതാണ്. അത് നമുക്ക് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ചെറുങ്ങനെ ഒരു പച്ചച്ചായ മാറി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് കറുത്ത എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് വെളുത്ത എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി നമുക്ക് ചേർക്കാം. ഓരോ സ്പൂണ് കറുത്ത ഓരോ സ്പൂണ് വെള്ള എള്ളും ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു സ്പൂണ് കടുക് ഇടുന്നുണ്ട്. മാർവാടിയുടെ കടുക് ഇടലില്ല, പക്ഷേ നമുക്കത് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ കടുക്. കടുവെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരച്ച് വെച്ച കാശ്മീരി ചില്ലീൻ്റെ മുളകും പേസ്റ്റും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട പേസ്റ്റ് നമുക്ക് ഇതിലിടാം. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇളക്കി നല്ല ഒരു ഇനി വെള്ളമൊന്നും ഒഴിക്കില്ല. ഇനി ഉള്ളിൻ്റെ പേസ്റ്റും കൂടി ഇടും. നല്ലോണം ഒന്ന് ഈ നെയ്യ് മേലോട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ച മസാലകൾ ഇടാം. ഇത് തെറിക്കും, ശ്രദ്ധിക്കണം. ഇതും ഇങ്ങനെ ഇതാകുന്ന സമയത്ത് തെറിച്ച് വരും. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. തെറിക്കുന്നുണ്ട്, മുഖം കുറച്ച് ദൂരെ വെക്കണം. എന്നാലും ഒരു
അര സ്പൂണും കൂടി ഉപ്പിട്ടു കൊടുക്കും.